നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷാജി കൈലാസിൻ്റെ തിരിച്ചുവരവ്. ഒരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഷാജി കൈലാസ് വീണ്ടും മലയാളത്തിൽ സംവിധാനം ചെയ്ത ചിത്രമാണ് വരവ്. ജോജു ജോർജാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്നത്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് AK സാജനാണ്. വലിയൊരു താരനിര എത്തുന്നുണ്ട് സിനിമയിൽ. കാട്ടുങ്കൽ കുടുംബത്തിലെ പോൾസൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ ജോജു ഇതിനകത്ത് എത്തുന്നത്. ജോജുവിൻ്റെ രണ്ട് സഹോദരങ്ങൾ, ഒന്ന് വില്യം സെബാസ്റ്റ്യനായിട്ട് നമ്മുടെ ദീപക്, അതുപോലെ തന്നെ വില്ലിയായിട്ട് നമ്മുടെ അർജുൻ അശോകനുമാണ് ഇതിനകത്ത് എത്തുന്നത്. സഹോദരിയായിട്ട് ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മുടെ സുകന്യ ഈ ചിത്രത്തിലെത്തുന്നത്. സുകന്യ സഹോദരിയായിട്ടാണ് എത്തുന്നത്. ആക്ഷൻ ത്രില്ലർ മിസ്റ്ററി സിനിമയായിട്ടാണ് കാണിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഗംഭീരമായിട്ടുള്ള 3 ഫൈറ്റ് ഉണ്ട് ഇതിനകത്ത് കേട്ടോ. കൈലാസിൻ്റെ ഡയറക്ഷൻ, നമ്മൾ പണ്ട് ഷാജി കൈലാസിൻ്റെ സിനിമകൾ കാണുമ്പോഴത്തേക്കുള്ള ആ ഒരു പാറ്റേൺ ഇല്ല, ആ ഒരു പാറ്റേൺ തന്നെയാണ് ഇതും പിടിച്ചിരിക്കുന്നത്. ഒരു പുതുമ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുമയൊന്നുമില്ല, പക്ഷേ അപാര സ്ക്രീൻ പ്രസൻസ് ആണ് ജോജു ജോർജിൻ്റെ. ഒരു രക്ഷയില്ല. നമ്മൾ ആ പൊറിഞ്ചുമറിയം, അതുപോലെ തന്നെ പുള്ളിയുടെ പണി എന്ന സിനിമ, ആ ഒരു സിനിമയുടെ ആ ഒരു ലുക്കും ഗെറ്റപ്പൊക്കെയാണ് ഇതിനകത്തും പുള്ളി പിടിച്ചിരിക്കുന്നത്. അതിനകത്ത് വലിയ ചേഞ്ചായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഒരു സസ്പെൻസ് സംഭവമൊക്കെ ആയിട്ടാണ് സിനിമയുടെ കഥ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട റോൾ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ അസീസ്, ബൈജു, അതുപോലെ തന്നെ ബാബുരാജ് ഇതിനകത്ത് ഒരു എസ്ഐയുടെ റോളിൽ എത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ മുരളി ഗോപിയാണ് ഇതിനകത്ത് വില്ലൻ ക്യാരക്ടറിൽ എത്തുന്നത്. ചേട്ടായി എന്ന് പറയുന്ന മുരളി ഗോപിയാണ് ഇതിനകത്ത് വില്ലൻ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. കൊച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. പുള്ളി എന്താല്ലേ, ഒരു രക്ഷയിലാട്ടാ. പുള്ളിയുടെയൊക്കെ സ്ക്രീൻ പ്രസൻസും പുള്ളി ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്കുണ്ടല്ലോ വേറൊരു ലുക്കാണ് കേട്ടോ. എനിക്ക് പെട്ടെന്ന് നമ്മുടെ ഭരത് ഗോപിയിലേക്ക് ഓർമ്മ വരുന്നു. പുള്ളിയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ഗംഭീര പെർഫോമൻസ്. സാനിയ അയ്യപ്പൻ പുള്ളിയുടെ മകളായിട്ടാണ് ഇതിനകത്ത് എത്തിയിരിക്കുന്നത്. റിവഞ്ച് മൂവിയാണ്. ഫസ്റ്റ് തുടക്കം തന്നെ ഒരു ഗംഭീര ഫൈറ്റിലാണ് ജോർജുവിൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത്. പുള്ളിയുടെ ആ ഒരു ഇൻട്രോ കാണിക്കുന്ന തന്നെ ഗംഭീര ഫൈറ്റ്, ഒരു ബസ്സിനകത്ത് കിടന്നുള്ള കിടിലം ഫൈറ്റോടെ ഉണ്ട്. അത് നമ്മുടെ അസീസിൻ്റെ ചായക്കട കിടന്നുള്ളൊരു ഫൈറ്റാണ്. ഒരു രക്ഷയിലാട്ടാ, എമ്മാരി ഫൈറ്റ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും ലൊക്കേഷനൊക്കെ കിടുവായിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയായിട്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോഴത്തേക്ക് ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയായിട്ട് തന്നെ നമുക്ക് തോന്നുന്നു. ഇതിൻ്റെ ഒരു ഇൻ്റർവെൽ ബ്ലോക്ക് കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. അതൊരു കിടിലൻ സംഭവമാണ് ആയിട്ട് തന്നെ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. കാരണം ഷാജി കൈലാസിൻ്റെ സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ടാവും. അവർക്കൊക്കെ അതിനുള്ള റോളുകളും പുള്ളി കൊടുക്കും. കാരണം അത് പഴയ നമ്മൾ ഇപ്പോൾ യു ശശിയുടെ ആണെങ്കിലും അതുപോലെ തന്നെ ജോഷി സാറിൻ്റെയൊക്കെ ആണെങ്കിലും സിനിമകളിൽ കഥാപാത്രങ്ങൾ വരുന്നതിനനുസരിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള റോളുകൾ കൊടുക്കും. ആ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെയും കഥ പറഞ്ഞു വരുന്നത്. അടിപൊളിയായിട്ട് ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടിട്ട് അതിൻ്റെ ഫുള്ള് റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. ജോജുവിൻ്റെ കിൻഡൽ ഇടിയാണ് ഫസ്റ്റ് ഹാഫ്. ഒരു രക്ഷയില്ലാത്ത ഇടി. പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് വേറെ. ആ ഇടിയിൽ പുള്ളിയുടെ ഫേസിനകത്ത് കാണും അത്രത്തോളം പഞ്ച് പവർ ചെയ്തിട്ടാണ് പുള്ളി ആ ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ജോജു ജോർജ്. ഇതുവരെ എനിക്ക് വലിയ മോശമായിട്ടൊന്നും സിനിമ കണ്ടിട്ട് തോന്നിയിട്ടില്ല. അത്യാവശ്യം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ വശങ്ങളൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി കണ്ടിട്ട് പെട്ടെന്ന് വരാം.